ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അംബീസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെറുപയർ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ശർക്കരപ്പാവ്, നാളികേരം, ഏലക്ക പൊടിച്ചതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യമായിട്ടൊരു കുക്കർ ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. 2 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുള്ള ചെറുപയർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഒന്ന് ഇളക്കി ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ ചൂടുള്ള വെള്ളമാണ് ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി. അത് കുക്കറൊന്ന് മൂടിയിട്ട് ഞാൻ 2 വിസിലാണ് ഇവിടെ വരുത്തിയിട്ടുള്ളത്. നന്നായി വെന്താലാണ് നമ്മൾ ശർക്കരപ്പാവ് ഒഴിക്കുമ്പോൾ അല്ലെങ്കിൽ അത് കല്ലച്ച് പോവും. ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഓരോരുത്തർ ഫ്ലേവറിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ഒഴിക്കാം. ഒരു ബൗള് നാളികേരം ചിരകി റെഡിയാക്കിയിട്ടുണ്ട്. അത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നെയ്യിലൊന്ന് ചൂടാക്കി എടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ചെറുപയർ കൊണ്ടുള്ള റെസിപ്പി. ശർക്കരയും ചേർത്തിട്ട് കുട്ടികൾക്കൊന്ന് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് മധുരമൊക്കെ ഉള്ള കാരണം എല്ലാവരും നന്നായി കഴിക്കുകയും ചെയ്യും. നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. കുട്ടികൾ മാത്രമല്ല വലിയവരായാലും ഇഷ്ടപ്പെടും. എന്ന് നമ്മൾ ഉപ്പേരിയൊക്കെയല്ലേ വെക്കാറ്. ഇത് ഹെൽത്തി ആയൊരു ഫുഡും കൂടിയാണ്. ഞാൻ വേവിച്ച് വെച്ച ചെറുപയർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആവശ്യത്തിന് ഉള്ള ശർക്കരപ്പാവ് ഒഴിച്ചു കൊടുത്താൽ മതി മധുരത്തിനനുസരിച്ച്. അതും കൂടി ഒന്ന് ഇളക്കി ഒന്ന് വറ്റിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ഏലക്ക പൊടിച്ചതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. ഏലക്ക പെട്ടെന്നൊന്ന് പൊടിയാൻ വേണ്ടിയിട്ട് ഞാൻ പഞ്ചസാരയും കൂടിയിട്ടാണ് പൊടിച്ചിട്ടുള്ളത്. അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് കുട്ടികളാകുമ്പോൾ ഇടയ്ക്കിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇതെല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. നല്ല ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.